അതാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുലമായ ഖദ്ദസല്ലാഹു. അപ്പോൾ അവരിന്നും നമുക്കിവിടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഈ മഹാന്മാരാവുന്ന സാദാത്യങ്ങൾ മറവിട്ട് കിടക്കുന്ന ഈ മക്കാമിനെ ഇവിടെ യഹിയതാണ് മൂപ്പർ ഇവിടെ വന്നു കിടുന്നതിൻ്റെ ഒരു ഉദ്ദേശം. മാത്രമല്ല വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച ആ സമസ്ത അതിന് നയിച്ചത് ഞാനാണ് എന്ന് കാണിച്ചു തരാനും വേണ്ടിയാണ് ഇവിടെ വന്നു കിടുന്നത്. മൂപ്പർക്ക് ഹദ്യവിശ്രമം കൊള്ളാം മറ്റു പല സ്ഥലങ്ങളുണ്ടെന്നല്ല. മൂപ്പർ മരണപ്പെടുന്ന വഫാത്താവുന്നതിന് മുമ്പായിട്ട് ഈ സ്ഥലം സമസ്ത കേരള ജമിയത്തുൽ ഉലമ വാങ്ങുകയും മൂപ്പരെ ഖബർ വിടാവുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? ഈ മഹാന്മാരാവുന്ന സാദാത്യങ്ങളുള്ള മൂപ്പരെ വലിയ മഹബത്താണത്. ആരാണ്? വരക്കൽ മുല്ലക്കോയ തങ്ങളെ പറ്റി എപ്പോഴും പറയുന്നത് ബഹുമാനപ്പെട്ടവർ കുത്തുബീങ്ങളിൽപ്പെട്ട വലിയ മഹാനായിരുന്നു. ഒരു കുത്തുബ് ആരാണെന്ന് മനസ്സിലാക്കാൻ മൂപ്പർക്ക് കഴിഞ്ഞിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ മൂപ്പര് സബ് കിതാബിലൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ട്. ഓരോ ആളുകൾ ഓരോ വിഷയത്തിനെ പറ്റി പറയുമ്പോൾ അവരൊക്കെ ഇന്നെ സ്വഭാവത്തിലുള്ള കുടുംബത്തിൽ നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മൂപ്പര് പറയുമ്പോൾ മൂപ്പരോട് തന്നെ മൂപ്പര് ശിഷ്യന്മാരൊക്കെ ചില അതിപ്പോൾ ശൈഖുന തന്നെയാണോ എന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ അങ്ങനെ മൂപ്പര് വലിയ ഉയർന്ന ദർജയിൽ ഔലിയാക്കന്മാർക്കുള്ള വലിയ ഉയർന്ന ദർജയിലുള്ള ആൾ തന്നെയാണ് ബഹുമാനപ്പെട്ടത്. പക്ഷേ മൂപ്പരെ ദർജ ഒഴിവാക്കി തരാനോ മൂപ്പരെ ഭർത്താവ് ഒഴിവാക്കി തരാനോ മൂപ്പരിലുണ്ടായ എന്തെങ്കിലും അത്ഭുതകാര്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആരോടെങ്കിലും പറയുന്നത് പോലും മൂപ്പർക്ക് ഇഷ്ടമില്ല. അതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് മൂപ്പർ ജീവിച്ചിട്ടുള്ളത്. പറയരുത് എന്നാണ് മൂപ്പർ പറയാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുലമായ ഖദ്ദസല്ലാഹു. ഇവിടെ മുസ്ലിം ഉമ്മത്തിലേക്ക് അവർക്ക് അവരുടെ എല്ലാ മേഖലയും, കാരണം ഇസ്ലാം സ്പർശിച്ച എല്ലാ മേഖലകളും, അത് സാമ്പത്തിക മേഖലകൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം, ബിസിനസ്സിൻ്റെ മേഖലകൾ, ആരോഗ്യത്തിൻ്റെ മേഖല, വിദ്യാഭ്യാസ മേഖല, അങ്ങനെ അവൻ്റെ സ്വകാര്യ ജീവിതത്തിലുള്ളതായ പ്രശ്നങ്ങൾ, അവൻ്റെ സാമൂഹിക ജീവിതത്തിൽ, ഇതിലേക്കൊക്കെ വിശുദ്ധ ഇസ്ലാം വിരൽ ചൂണ്ടുകയും അതൊക്കെ വ്യക്തമായി നിൽക്കോ അല്ലെങ്കിൽ വ്യംഗ്യമായി നിൽക്കോ ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖുർആനിലും ഹദീസിലും. അതിനെ ശരിക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് അതിനിവിടെ പ്രാവർത്തികമാക്കിയ കാണിച്ച ആളാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുലമ.